അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല അയില മുളകിട്ടതും പുട്ടുമാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. പുട്ടിൻ്റെ കൂടെ അയില മുളകിട്ടതൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മീൻകറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് പൊതുവേ നമ്മൾ മീൻകറി വെക്കുന്നത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിക്കാം. ഇത് പൊട്ടി വരുന്ന സമയത്ത് ഒരു സവോള ചെറുതായി അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള ഒന്ന് ബ്രൗൺ കളർ പോലെ കളർ ചേഞ്ച് ആവുന്നത് വരെ നമ്മൾ സവോള കുക്ക് ചെയ്യണം. അപ്പോൾ സവോളൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് മസാലയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മസാല ഇടാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ഇട്ട് ഞാൻ ഇതിലേക്ക് ഒരല്പം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിൽ നിന്ന് ഒരല്പം എടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മസാല നമ്മുടെ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാല ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഉള്ളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സിമ്മിലിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം, ഈ മസാല ചൂടാക്കാൻ, ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. ഇനി നമ്മൾ മസാല മിക്സ് ചെയ്ത പാത്രം ഒരു തുള്ളി പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് കഴുകി ഒഴിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അയില നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല മീനിലോട്ട് നന്നായിട്ട് പിടിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മൾ മീൻകറി വെക്കുമ്പോൾ പൊതുവെ മീനിലൊന്നും മസാല പിടിക്കാറില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇതൊരു 3 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരല്പം പുളിവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം മീൻ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുളി മീനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം പുളിവെള്ളം ഒഴിക്കുന്നത്. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഒരു ഭാഗം അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മീനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുവശം കൂടെ ഒന്ന് ഇതുപോലെ 3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യണം. അപ്പോൾ 2 വശത്തും ഈ പുളിവെള്ളവും മസാലയും ഒക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് 3 മിനിറ്റിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ അടപ്പ് തുറന്ന് ഇതിലേക്ക് നമ്മൾ ബാക്കി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയായിരുന്നു ഞാൻ വെള്ളത്തിലിട്ടിരുന്നത്. ആ പുളിവെള്ളം നമുക്ക് എന്ത് ചെയ്യാം, പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ നമുക്ക് എന്ത് ചെയ്യാം, കുക്ക് ചെയ്യാം. അപ്പോൾ മീൻ ഞാൻ അത്യാവശ്യം 20 മിനിറ്റ്സ് കുക്ക് ചെയ്യാറുണ്ട്. കാരണം മീനിൻ്റെ പച്ചച്ചോവയൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട്. ഇനി ഇത് എന്ത് ചെയ്യാം, നമുക്ക് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു തക്കാളി ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കൂടെ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മീൻ ഉടയാതെ മെല്ലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്നും കൂടെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിത് വേവിക്കാം. ഇപ്പം നമ്മുടെ മീൻകറി ഇവിടെ അടിപൊളിയായിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മീൻകറി നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലൊന്ന് വറവിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാന് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ നിങ്ങൾക്ക് എത്ര വേണം അത്ര ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പിൻ്റെ ഇല കൊട്ടി ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അത് നമുക്ക് നമ്മുടെ മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുളകിട്ട മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പുട്ട് റെഡിയാക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മയിലിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് പുട്ടുപൊടിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ ഇത് നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ പുട്ട് കുഴയ്ക്കുമ്പോൾ റെഡി ആവാത്തവർക്കൊക്കെ ഈ പൊടി വാങ്ങി ഇതുപോലെ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. പൊടിക്കനുസരിച്ച് തന്നെ നമ്മൾ വെള്ളം എടുക്കണം. എത്ര പൊടി എടുക്കണോ അത്ര വെള്ളം എടുക്കും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ആക്കി എടുക്കണം. ഇപ്പോൾ പൊടിയിൽ വെള്ളമെല്ലാം കറക്റ്റാണ്. നിങ്ങൾക്ക് ഇച്ചിരി വെള്ളക്കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കുടഞ്ഞിതാക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പുട്ടിൻ്റെ പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് എല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ കറിയും കൂടി ഒഴിച്ച് കഴിച്ചാൽ അടിപൊളി
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ താങ്ക്